അണ്ണാമലൈ വീണ്ടും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ്. നിക്ഷേപങ്ങളും പരിപാടികളും എല്ലാം ഗുജറാത്തിലേക്ക് ഇത് അംഗീകരിക്കാനാകില്ലെന്ന് അണ്ണാമലൈ. BJP നേതൃത്വത്തിലുള്ള ND സർക്കാരിന്റെ വികസന നയം ഗുജറാത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണെന്ന വിമർശനവുമായി തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലൈ. നിക്ഷേപങ്ങളും സാങ്കേതിക പദ്ധതികളും പ്രധാന പരിപാടികളും ഒരു സംസ്ഥാനത്ത് മാത്രമായി കേന്ദ്രീകരിക്കാൻ കഴിയില്ലെന്നും വീദലിയുടെ സ്ഥാപകൻ അണ്ണാമലൈ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രിയുടെ അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന കാര്യം എടുത്തു പറയാനും അണ്ണാമലൈ മറന്നില്ല. ഒരു മാധ്യമം ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് അണ്ണാമലൈയുടെ വെട്ടിത്തുറന്നു പറച്ചിൽ. സംസ്ഥാന തലത്തിൽ BJPക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും എല്ലാം ഡൽഹി കേന്ദ്രീകൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും അണ്ണാമലൈ പറഞ്ഞു. BJPയുടെ തീരുമാനങ്ങൾ ഡൽഹി കേന്ദ്രീകൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുവെന്നും അത് വളരെ ദൗർഭാഗ്യകരമാണെന്നും അത് മാറേണ്ടതുണ്ടെന്നും തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്നും അണ്ണാമലൈ പറഞ്ഞു. AI കമ്പനികളെയും ചിപ്പ് നിർമ്മാതാക്കളെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുവെന്നും അണ്ണാമലൈ വിമർശിച്ചു. പ്രധാനപ്പെട്ട കായിക മത്സരങ്ങൾ പോലും അഹമ്മദാബാദിലാണ് സംഘടിപ്പിക്കുന്നതെന്നും കെ അണ്ണാമലൈ കുറ്റപ്പെടുത്തി. 2030 കോമൺവെൽത്ത് ഗെയിംസ് അവിടേക്ക് പോകുന്നു. 2030 പോലീസ് ഗെയിംസ് ഗുജറാത്തിലേക്ക് തന്നെ പോകുന്നു. 2036 ഒളിമ്പിക് ഗെയിംസും അഹമ്മദാബാദിലേക്ക് പോകുന്നു. അഖിലേന്ത്യാ വികസനത്തിന്റെ ഈ ഗുജറാത്ത് മോഡൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സംസ്ഥാനത്ത് മാത്രമായി അവസരങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ വികസന മാതൃകയാകാൻ കഴിയില്ല. അത് മാറണം. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അണ്ണാമലൈ വിമർശിച്ചു. നിക്ഷേപ പദ്ധതികളെല്ലാം ഗുജറാത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുവെന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ കൂടിയാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വിമർശനമെന്നതും ചേർത്ത് വായിക്കണം. മാത്രമല്ല, എന്തുകൊണ്ടാണ് BJP വിട്ടത് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളായി ഗൗരവത്തോടെ പലരും അണ്ണാമലയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലതൊക്കെ വെളിപ്പെടുത്തുകയാണ് അണ്ണാമലൈ. പാർട്ടിയിലെ തീരുമാനങ്ങൾ ഡൽഹി കേന്ദ്രീകൃതമാകുന്നുവെന്നും ഗുജറാത്തിന് അമിത പ്രാധാന്യം നൽകുന്നതും തന്നെയാണ് തന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രധാന കാരണമെന്ന് തന്നെയാണ് അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നത്. BJPയുടെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ തനിക്ക് വ്യക്തമായ ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നുവെന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ പാർട്ടി പ്രവർത്തനങ്ങളെയും സംസ്ഥാനതല രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വേണ്ടത്ര പരിഗണിക്കാതെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. BJP തമിഴ്നാട് അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ ഇക്കഴിഞ്ഞ ജൂണിലാണ് BJP വിട്ടത് പുതിയ പ്രസ്ഥാനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്.